മാണിക്കെതിരായ ബാർക്കോഴ കേസിൽ കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തിയെന്ന ഹർജിക്കാരന്റെ വാദം തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിശോധിക്കും. ഇതിനായി കേസ് ഡയറിയുടെ 8-9 ഭാഗങ്ങളുടെ പകർപ്പ് സമർപ്പിക്കാൻ കോടതി വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി, അന്വേഷണ ഉദ്യോഗസ്ഥൻ SP R സുകേശൻ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്ന ഹർജിയിൽ കോടതി നാളെയാണ് വിധി പറയുക. കേസ് അട്ടിമറിക്കാൻ വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡി, അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP സുകേശൻ എന്നിവർ കൂട്ടുനിന്നുവെന്നും ഇവർക്കെതിരെ കേസെടുക്കണമെന്നും ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ പായിച്ചർ നവാസ് നൽകിയ ഹർജിയിലാണ് കേസ് ഡയറി കോടതി പരിശോധിക്കുന്നത്. കേസ് ഡയറി ഹാജരാക്കിയപ്പോഴാണ് 8-9 ഭാഗങ്ങളിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ടെന്ന വാദം ഹർജിക്കാരൻ ഉന്നയിച്ചത്. ഇതേ തുടർന്ന് 8-9 ഭാഗങ്ങളുടെ പകർപ്പ് നൽകാൻ കോടതി വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. UDF സർക്കാരിന്റെ കാലത്ത് ബാർക്കോഴ കേസിൽ KM മാണിക്കെതിരെ തെളിവില്ലെന്ന കണ്ടെത്തലായിരുന്നു വിജിലൻസ് നടത്തിയിരുന്നത്. LDF സർക്കാർ വന്ന ശേഷം കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുകേശൻ ഹർജി സമർപ്പിച്ചു. ഹർജിയിന്മേൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയും ചെയ്തു. തുടർന്നാണ് ശങ്കർ റെഡ്ഡിയും സുകേശനും കേസ് അട്ടിമറിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ തനിക്കെതിരെ തുടരന്വേഷണം നടത്താനുള്ള തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻമന്ത്രി KM മാണി ഹൈക്കോടതിയെ സമീപിച്ചു. വിജിലൻസ് ഒരിക്കൽ അന്വേഷിച്ച് തെളിവില്ലെന്ന് കണ്ട് തന്നെ കുറ്റവിമുക്തനാക്കിയതാണെന്ന് ഹർജിയിൽ പറയുന്നു. കേസ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ഹർജി ഈ മാസം 28-ന് പരിഗണിക്കുന്നതിലേക്കായി മാറ്റിവെച്ചു. കോൺഗ്രസിലെ അനൈക്യത്തിലും സുധീരന്റെ നിലപാടിനോടും മുസ്ലിം ലീഗിന് അതൃപ്തി. UDFന്റെ പരിപാടികളിൽ നിന്ന് സുധീരൻ വിട്ടുനിൽക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നിരാഹാര സമരത്തിലും ഇന്ന് കണ്ണൂരിൽ നടന്ന സമാധാന സംഗമത്തിലും സുധീരൻ പങ്കെടുത്തില്ല. ലീഗിന്റെ അതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കും. UDFന്റെ പ്രധാന പരിപാടികളെ കോൺഗ്രസിലെ അനൈക്യം ബാധിക്കുന്നുവെന്നാണ് ലീഗിന്റെ പരാതി. കണ്ണൂരിൽ നടന്ന അക്രമവിരുദ്ധ സംഗമത്തിൽ നിന്ന് VM സുധീരൻ വിട്ടുനിന്നതാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. നേരത്തെ തീരുമാനിച്ച പ്രധാന പരിപാടിയായിട്ടും മുഖ്യകക്ഷിയുടെ അധ്യക്ഷൻ പങ്കെടുക്കാത്തത് പരിപാടിയുടെ ശോഭ കെടുത്തിയെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു. നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഈ മാസം 26-ന് ചേരുന്ന UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ലീഗ് അതൃപ്തി അറിയിക്കും. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇന്ന് വിവിധ പരിപാടികളിൽ സുധീരൻ പങ്കെടുക്കുന്നുണ്ട്. UDF മുൻകൂട്ടി തീരുമാനിച്ച സുപ്രധാന പരിപാടിയായ അക്രമവിരുദ്ധ സംഗമത്തേക്കാൾ പ്രാധാന്യം ഈ പരിപാടിക്കുണ്ടോ എന്ന് ലീഗ് നേതാക്കൾ ചോദിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസും വൈസ് പ്രസിഡന്റ് CR മഹേഷും സെക്രട്ടേറിയറ്റിന് മുന്നിൽ 3 ദിവസമായി നിരാഹാര സമരം നടത്തുകയാണ്. സമരസ്ഥലത്തും സുധീരൻ എത്തിയിട്ടില്ല. MM ഹസന്റെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്ന് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത് വർക്കലയിൽ സമാപിക്കുന്ന യാത്രയിൽ എവിടെയും സുധീരനെ ക്ഷണിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിലെ അതൃപ്തിയാണ് സുധീരനും പ്രകടിപ്പിക്കുന്നത്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ പരിപാടികളിൽ നിന്ന് സുധീരനെ ഒഴിവാക്കി നിർത്തുന്നത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർഗോഡ് ഉപ്പളയിൽ ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ റോഡിൽ ലാത്തികൊണ്ട് അടിച്ച സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസിന്റെ നിർദ്ദേശത്തിൽ അന്വേഷണം ആരംഭിച്ചു. ബൈക്കിനെ പിന്തുടർന്നാണ് AR ക്യാമ്പിലെ പോലീസുകാരൻ യുവാക്കളെ ലാത്തികൊണ്ട് അടിച്ചത്. ഈ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയ യുവാവിനെയും മർദ്ദിച്ചതായി പരാതിയുണ്ട്. ഹെൽമറ്റ് പരിശോധനയ്ക്കിടെ ഉപ്പളയിൽ സ്കൂട്ടർ യാത്രക്കാരനെ പോലീസ് ലാത്തികൊണ്ടടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തായത്. AR ക്യാമ്പിലെ പോലീസുകാരൻ ബൈക്കിനെ പിന്തുടർന്ന് ലാത്തി വീശുന്ന ദൃശ്യങ്ങളാണ് പുറത്തായത്. ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ചതിന് പോലീസ് ലാത്തി വീശുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന 2 പേരിൽ പിന്നിലിരുന്നയാളെ പോലീസ് ലാത്തി കൊണ്ടടിക്കുകയായിരുന്നു. ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയ മുഹമ്മദ് ഖാലിദ് എന്ന യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതിഷേധത്തിനിടയാക്കി. ദൃശ്യം പുറത്തുവന്ന വിവരം പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് SIയുടെ നിർദ്ദേശപ്രകാരം ഖാലിദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതേ തുടർന്ന് പ്രതിഷേധമുണ്ടായതോടെ സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസിന്റെ നിർദ്ദേശത്തിൽ അന്വേഷണം ആരംഭിച്ചു. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. കളക്ടർമാർ വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന രീതിക്ക് മാറ്റം വരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനപ്രതിനിധികളുമായി കളക്ടർമാർ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തലസ്ഥാനത്ത് ചേർന്ന ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജില്ലാ കളക്ടർമാരുടെ നേതൃപരമായ പങ്ക് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിൽ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ കളക്ടർമാരുടെ കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനത്തെ വിമർശിക്കാനും മറന്നില്ല. ഭൂമി ഏറ്റെടുക്കേണ്ട വിഷയങ്ങളിൽ കളക്ടർമാർ ഉടമസ്ഥരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് അവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം ഉറപ്പുവരുത്തണം. ജില്ലാ കളക്ടർമാർ വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതായി കാണുന്നു.
ഇതിൽ മാറ്റം വരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളുമായി നല്ല ബന്ധത്തിൽ മുന്നോട്ടു പോകേണ്ടതുണ്ട്. ജില്ലാതലത്തിൽ ചേരേണ്ട ഉദ്യോഗസ്ഥ മീറ്റിംഗുകൾ കൃത്യമായി ചേരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗം, കൃഷി ഉദ്യോഗസ്ഥരുടെ യോഗം എന്നിവ കാര്യക്ഷമമായി നടക്കണമെന്നും തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത കളക്ടർമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കളക്ടർ തലത്തിൽ പരിശോധനയും പരിഹാര നടപടിയും കാര്യക്ഷമമാം വിധം ഉണ്ടായിരുന്നെങ്കിൽ തന്റെ മുന്നിൽ നിരവധി പരാതികൾ വരില്ലായിരുന്നു. പരാതി പരിഹാരം, ദുരിതാശ്വാസം എന്നീ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കൃത്യമായ ബന്ധത്തിൽ പ്രവർത്തിക്കണം. കളക്ടർമാർ വിപുലമായ ജനസമ്പർക്ക പരിപാടികൾ നടത്തണം. ഭൂമി കൈമാറ്റ നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർമാർ 1 മാസത്തിനകം അയക്കണം. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഉടനടി തുടങ്ങണം എന്നിങ്ങനെ നിർദ്ദേശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറച്ച ചുവടുകളും നടപടികളുമായി മുന്നോട്ടു പോയേ പറ്റൂ. നീട്ടിവെക്കൽ, ഒഴിവാക്കൽ, മാറ്റിവെക്കൽ എന്നിവയ്ക്കൊന്നും ഭരണത്തിന്റെ അജണ്ടയിൽ സ്ഥാനമുണ്ടാകില്ലെന്ന മുന്നറിയിപ്പും കളക്ടർമാർക്ക് നൽകി. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുംബൈ നാവികസേന ആസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. ആയുധധാരികളെ കണ്ടെന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ അറിയിച്ചതനുസരിച്ചാണ് സുരക്ഷ ശക്തമാക്കിയത്. കറുത്ത വേഷത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ 4 പേരെ കണ്ടുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. മറൈൻ കമാൻഡോസിനെ നാവിക ആസ്ഥാനത്ത് വിന്യസിച്ചിട്ടുമുണ്ട്.